ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ പറയുമ്പോൾ നമ്മൾ മെക്ഡൊണാൾഡ്സിലെ ഫുൾ മെനു കഴിച്ചെടുക്കാൻ പോകണം. ഇറ്റ്സ് എ ഫുഡ് ചലഞ്ച്. ഞാൻ കുറേ നാളെ ഒരു ചലഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഓൾറെഡി മെക്ഡി പോയി വന്നു. ഈ ടേബിളിൽ ഇപ്പോൾ എല്ലാ മെക്ഡിയും ദ ഹോൾ മെക്ഡൊണാൾഡ്സ് വിൽ കം ഇൻ ദിസ് ടേബിൾ. ഞാൻ ഇതുപോലെ ലൈറ്റും ആംബിയൻസും ഒക്കെ കിട്ടാത്തൊരു ടേബിൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ കൗച്ചിൻ്റെ സൈഡിൽ ടീപ്പോയി വന്നിരുന്ന വീഡിയോ എടുക്കണേ. യൂട്യൂബറിൻ്റെ ഓരോരോ അവസ്ഥകളെ നമുക്ക് 100K ഒക്കെ അടിച്ചിട്ട് ഇപ്പോൾ അർജുൻ പറഞ്ഞോളൂ 100K അടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ സിൽവർ പ്ലേ ബട്ടൺ വെക്കണമെന്ന് പറഞ്ഞോളൂ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതുപോലെ 100K ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു ടേബിളൊക്കെ വാങ്ങിച്ച് ഫുഡ് ചലഞ്ച് ചെയ്യാം. യെസ്, സോ ഹിയർ വി ഗോ. മെക്ഡൊണാൾഡ്സ് എല്ലാം വരും. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്ട്രോവേർട്ട് മെല്ലു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഗൈസ്. ഭയങ്കര ശോകം വെതർ ആട്ടോ, വെതർ പട്ടി ശോകമാണ്. ദിസ് ഈസ് ആക്ച്വലി അതർ സൈഡ് ഓഫ് കാനഡ. നമ്മൾ മഞ്ഞൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യെങ്കിലും ഇങ്ങനത്തെ വെതർ വരുമ്പോൾ നമുക്ക് ഒട്ടും വർക്കിന് പോകുമ്പോൾ ഒരു മൂടുണ്ടാവില്ല. യെസ് ഗൈസ്, നമ്മൾ കാനഡയിലത്തെ വെതറിനെ പറ്റി പറഞ്ഞു വന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ ആക്സിഡൻറ്റ്, വണ്ടി ഇടിച്ചു. ഇന്റർസെക്ഷനിൽ എനിക്ക് തോന്നുന്നു വണ്ടിക്ക് പിടിച്ചിട്ട് ചവിട്ടിയിട്ട് കിട്ടിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളി സ്കിഡായി കിടക്കുന്നത് അവിടെ. അത്യാവശ്യം നല്ലൊരു ഇടിയാണ്. ഇത് പോലീസാണ് ഇതൊക്കെ ചെയ്യണേ, അല്ല ഫയർ. എന്ത് പെട്ടെന്നാലും ഇവർ വന്നത്. ഇത് ഇടിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും അവരെത്തി. ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര കിക്കാട്ടോ അവര്, പെട്ടെന്ന് എത്തിക്കോളും. നമുക്ക് ബിസി ആണോ എന്ന് നോക്കാം. ബിസി ആണെങ്കിൽ അവർക്ക് ഭയങ്കര പണിയായിരിക്കും. നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം ബിസി ആണോ എങ്ങനെയാണ്. അല്ല ആരില്ല, വിൻഡറായറിന് ആരുമില്ല ഗൈസ്. ഗൈസ് നമുക്ക് അങ്ങനെ സാധനം കിട്ടി. ആദ്യമായിട്ടാണ് ഇത്ര വലിയ റെസിപ്റ്റ് കിട്ടുന്നത്. $121. സൗണ്ട് എന്തുകൊണ്ടെന്ന് സാധനമൊക്കെ ബാഗിൽ കിട്ടുന്നതിന് പകരം ആദ്യമായിട്ട് ബോക്സിൽ മേടിച്ച് മെക്ഡൊണാൾഡ്സിന് പോണേ. അവർക്ക് കൊള്ളാത്ത കാരണമാണ് ഒരു ബോക്സിൽ തിന്നത്. ഭയങ്കര അടിപൊളി ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു. റിയലി അപ്രീഷിയേറ്റ് ആയിരുന്നു. ഭയങ്കര ക്വിക്കായിട്ട് കിട്ടില്ല. ഞാൻ വിചാരിച്ച അത്ര ഡിലേ ഉണ്ടായില്ല. യെസ് ഗൈസ്, സാധനം വാങ്ങിച്ച് വീട്ടിലെത്തി. ഇതിപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഞാൻ ആദ്യം എടുത്ത അത്രയും ഒരു ഉന്മേഷം എനിക്കിപ്പോൾ ഇല്ല. കാരണം ഇത് കഴിച്ച് തീർക്കാൻ പറ്റുമെന്നൊരു പേടി. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വിൽ സിറ്റ് ഓൺ ദ ടേബിൾ. എന്നെ കാണാനാണെന്ന് എനിക്കറിയാം, ഞാനിവിടെ ഉണ്ട്. പക്ഷെ എന്നെക്കാളും വലിയൊരു പെട്ടിയാണ് എനിക്ക് അവർ കൊണ്ടുപോകണം. ഈ പെട്ടിയുടെ അകത്താണ് മൊത്തം ഫുഡ്. നമുക്ക് നോക്കാം എന്തോരെന്നല്ല കഴിച്ച് തീർത്തിട്ടാണ് വേറെ കളികളൊക്കെ ഉള്ളൂ. ഞാനിവിടെ അർജുനൊക്കെ വിളിച്ച് വരുത്തിയേക്കുന്നത്. ഇനി പിള്ളേരെ വിളിക്കണം. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. യെസ്, അപ്പോൾ ആദ്യം തന്നെ ഓരോ ബാസ്ക്കറ്റുകളായിട്ട് നമുക്ക് തുറക്കാം. നമുക്ക് എല്ലാം നിരത്തി വെക്കാം കേട്ടോ ഗൈസ്. പയ്യെ ഓരോന്നായിട്ട് എടുത്തിട്ട് തുറക്കാം. ഇത് കൈ സഹായം പാസ് ചെയ്താൽ മതി. യെസ്, ഏറ്റവും വലുത് ഇതാന്ന് തോന്നുന്നു. ഓ ഗോഡ്, ഇത് കുറച്ച് അധികം ഉണ്ട്. എത്ര ഉള്ളൂ? മോർ കമ്മിങ്. സ്ട്രോ ഇല്ലേ? ഓക്കെ, വാനില കോണും. യെസ് ഗൈസ്, അപ്പൊ ഡ്രിങ്ക്സ് ഇത്രയാണ് ഡ്രിങ്ക്സ് ഉള്ള. ഒരു കോക്ക്, പിന്നെ എന്താണ്ടൊക്കെ. ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഇത് പറയാം. ഇത് ചീസ് ബർഗർ, ലോട്ട് ഓഫ് നാപ്കിൻസ്, മെയിൻ സാധനം. 3 സ്ട്രോസ് ഫ്രണ്ടിലിരിക്കട്ടെ. അവരുടെ എന്തോ ഒരു ബേക്കറി ഐറ്റം. കുക്കീസ്, മഫിൻ. ഇവരുടെ മഫിൻ അടിപൊളിയാണ്. മഫിൻ നമുക്ക് പുറത്ത് വയ്ക്കാം. കാണുമ്പോൾ ഒരു ആംബിയൻസ്. തമ്മിൽ എടുത്തുള്ള ബേസ് തമ്മിൽ മഫിൻ. ഞാൻ ഇതിനു മുന്നേ ആ പടം കണ്ട് ജഗന്നല്ലേ ഹാപ്പി മീൽ. നഗറ്റ്സ്, മൈ ഫേവറേറ്റ്. ദ വേൾഡ് ഫേമസ് എന്ന് അവർ തന്നെ രേഖപ്പെടുത്തുന്ന, അവർ തന്നെ അവരെ തന്നെ പൊക്കി പറയുന്ന സാധനമില്ലേ, ഫ്രഞ്ച് ഫ്രൈസ്. തണുപ്പ് അത്ര ഫേമസ് അല്ലല്ലോ, പോരാ, പക്ഷെ കുഴപ്പമില്ല. ന്യൂ ബോക്സസ്. ഈ ഫിഷ് ഓഫ് എല്ലറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതെന്താ? പാൻ കേക്ക് ഗൈസ്, പാൻ കേക്ക്സ്.
ഇത് ആക്ച്വലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ടോ. അപ്പോൾ ആ ബാസ്ക്കറ്റ് തീർന്നു. അടുത്ത ബാസ്ക്കറ്റ് വലുതെന്ന് തോന്നുന്നു. ബിഗ്ഗാർക്ക് ഭയങ്കര അടിപൊളി ഒരു സാധനമാണ്. ഓ യെസ്, വി ഗെറ്റ് ദിസ് ഇസ് ദ ആപ്പിൾ പൈ ആണ്. പക്ഷെ ഐ ഹോപ്പ് ദേ ഹാവ് ഇറ്റ് ഫോർ മീ. സ്ലൈസ്ഡ് ആപ്പിൾ ഫ്രം മെക്ഡൊണാൾഡ്സ്. അത് ഭയങ്കര അടിപൊളി സാധനമാണ്. സ്ലൈസ്ഡ് ആപ്പിൾ ഫ്രം മെക്ഡൊണാൾഡ്സ്. അല്ല, മെക്ഡൊണാൾഡ്സ് അത് അവര് അവരുടെ പാടത്തുണ്ടാക്കണ ആപ്പിളാ മെക്ഡൊണാൾഡ്സിന്റെ. അതായത് വേറൊരു സ്ഥലത്ത് ആപ്പിൾ വാങ്ങാൻ കിട്ടൂല. ആപ്പിളിന്റെ അകത്തായിരിക്കും. ഒരു കഷ്ണം തരണേ. അതല്ല മോളെ, 2 തരം പൈസ. ഞങ്ങള് ബാക്കിന്ന് കമന്റ് അടിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല, കമന്റ് അടിക്കണോണ്ട് കുഴപ്പമുണ്ട്. വീഡിയോക്ക് എൻഗേജ്മെന്റ് ആവണ്ടേ. നിന്റെ തിന്നത് ഈറ്റ തന്നെ സാൻഡ്വിച്ച് ഒക്കെ പതിഞ്ഞു പോയി ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, കഴിക്കാം. ഇത് ഇങ്ങനെ എടുക്കണേക്കാളും നല്ലത് ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് ഹ്യൂജ് ആയിട്ട് തോന്നല്ല. യെസ് ഗൈസ്, അപ്പൊ സംഭവങ്ങളൊക്കെ ഇത്രയാണ്. ഫുഡ് ഇതാണ് ഹോൾ മെക്ഡൊണാൾഡ്സ് മെനു. ബേസിക് ആയിട്ട് നമ്മൾ ഏതിനകത്ത് ഒരെണ്ണത്തിൽ കഴിച്ചു തുടങ്ങും. ഏത് കഴിച്ചു തുടങ്ങണമെന്ന് ഇപ്പൊ മറ്റേ ആന കരിമീൻകാട്ടി കയറിയ ഫീലാണ്. ഏതാ കഴിക്കേണ്ടത് എന്ന് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഏതിലും കഴിഞ്ഞു തുടങ്ങും. പക്ഷെ അതിന് മുമ്പ് പെർഫ്യൂം ഓഫ് ദ ഡേ. കുറെ കമന്റുകൾ വന്നു പെർഫ്യൂം ഓഫ് ദ ഡേ ഭയങ്കര ലാഗ് ആവുന്നുണ്ടെന്ന്. അതുകൊണ്ട് മാത്രം പെർഫ്യൂം ഭയങ്കര പടയെന്ന് പറഞ്ഞു പോവാം. ഇന്നത്തെ പെർഫ്യൂം ഊദ് ആൻഡ് റോസസ്. ഇത് ആക്ച്വലി ഒരു അറബിക് പെർഫ്യൂമാണ്. യൂണിസെക്സ് ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു യൂണിസെക്സ് പെർഫ്യൂം കാണിക്കുന്നത്. അടിപൊളി പാക്കേജ്, അടിപൊളി പെർഫ്യൂം, ഭയങ്കര ലാസ്റ്റിംഗ്. നിങ്ങളുടെ അടുത്ത് ആൾക്കാർ കോംപ്ലിമെന്റ് പറയുമെന്ന് തോന്നുന്നു പെർഫ്യൂം. കാനഡയിലുള്ളവരാണെങ്കിൽ ഞാൻ വാങ്ങുന്നത് perfume.online.ca എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നാണ്. നോട്ടുകളും കാര്യങ്ങളൊന്നും പറയാനുള്ള, കാരണം ലാഗ് അടിപ്പിക്കാതെ വി വിൽ ഗോ ടു ദ വീഡിയോ. കഴിച്ചു തുടങ്ങാം. കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് പടച്ചുവിനറിയാം. പക്ഷെ ഞാൻ തീർക്കും. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കുന്നതല്ല, പ്രത്യേകിച്ച് കഴിക്കണേല്. വിൽ സ്റ്റാർട്ട് വിത്ത് ഹാംബർഗർ. ഈ ഫുഡ് കഴിക്കാൻ ചൂണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു കഥ പറയാൻ തോന്നിയത്. അപ്പൊ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാം. ഇപ്പൊ നെക്സ്റ്റ് സാധനം മെക് ക്രിസ്പി. സോ കഥ ഞാൻ നാട്ടിലുള്ള സമയത്ത് നമ്മൾ കമ്പനിക്കാരും ഫ്രണ്ട്സ് എല്ലാവരോടും കൂടിയിട്ട് നമ്മൾ എപ്പോഴും പുറത്ത് ഫുഡ് കഴിക്കുമ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നും ഉണ്ട് മന്തി അൺലിമിറ്റഡാ. അപ്പൊ നമ്മളൊരു ദിവസം എന്ത് ചെയ്തു, നമ്മളൊരു ദിവസം നീന്താൻ പോയി. മഞ്ഞപ്പുറം ഒരു നീന്തണ സ്ഥലമുണ്ട്. അവിടെ നീന്താൻ പോയിട്ട് രാവിലെ പോലെ ഒന്നും കഴിച്ചില്ല. നീന്തിയിട്ട് തിരിച്ചു വന്നു. തിരിച്ച് പെരുമ്പാവൂരുള്ള മന്തി പ്ലേസിൽ കയറിയിട്ട് മന്തി ഓർഡർ ചെയ്തു. അപ്പോൾ റൈസ് ഫ്രീ ആയ കാരണം 4 മന്തിയായിട്ട് ഓർഡർ ചെയ്തു. നമ്മളൊരു 10 പേരെങ്കിലും ഉണ്ടാവും. 10-12 പേരുണ്ട് എന്തായാലും. എത്ര പേരൊന്നും ഓർക്കണം. എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കും, മന്തി കഴിക്കും, റൈസ് തീരും, റൈസ് പിന്നെയും വാങ്ങും, റൈസ് തീരും, റൈസ് പിന്നെയും വാങ്ങും, റൈസ് തീരും, റൈസ്. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരോടും റൈസ് വാങ്ങിച്ചു. അവസാനം ആ കടയിലത്തെ ചേട്ടൻ പറഞ്ഞു, മോനെ മക്കളെ പൊക്കൂടെ എന്ന് ചോദിച്ചു. ഇന്നെ പൊളൈറ്റ് വേ. അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കുന്നതോടെ ഇറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. അതാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും ഫുഡ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഹോപ്പ്ഫുള്ളി ഞാനത് തീർക്കും. ഒരാളും കൂടെ ഉണ്ടാകുന്ന മത്സരിച്ച് കഴിക്കരുത്. ഇത് ഇത്തിരി ഹെവി സാധനമായിരിക്കും. ഇത് വളരെ പുതിയ ഐറ്റമാണ്. ഹാംബർഗർ തന്നെ, പക്ഷെ ട്രിപ്പിൾ ട്രീറ്റ് ഫാറ്റി ചീസ് ഹാംബർഗറോ അങ്ങനെ എന്തോ. 3 പാറ്റി ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് മുഖം ഭയങ്കര മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. ഹോപ്പ് നോട്ട്. അങ്ങനെ തേർഡ് ബർഗർ ഇസ് ഡൺ ഗൈസ്. അടുത്തത് എന്തെന്നാ, ഫില്ലറ്റ് ഓഫ് ഫിഷ്. നമ്മുടെ ഇത് ഫിഷാണ് കേട്ടോ. അവരുടെ ആ കൂടിയുള്ള ഒരു ഫിഷ് ഡിഷാണ് ഫില്ലറ്റ് ഓഫ് ഫിഷ്. ഇത്രയൊക്കെ ചെയ്തിട്ട് 4 ആൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിലാണ് എനിക്ക് സങ്കടത്തിന്റെ അങ്ങ് അറ്റായിരിക്കും ഗൈസ്. അജു, വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് ചാലഞ്ച്?
നീ പറയുന്നത് കഴിക്കും. നേരത്തെ നീ പറയുന്ന സാധനമാണ് കഴിക്കുന്നത്. സ്വീറ്റ്സ് ഒന്നും പറയരുത്. നോ സ്വീറ്റ്സ് അറ്റ് ദിസ് ടൈം. ബിഗ് മാക്, ബിഗ് ആർക്ക്, പിന്നെ ക്വാർട്ടർ ബാർബിക്യൂ, ക്വാർട്ടർ ചീസ് ഇല്ലേ അത്, പുട്ടീൻ, ഇത് നഗറ്റ്സ്, ചീസ് ബർഗർ, ആപ്പിൾ പൈ, പിന്നെ ഇത് മക്മഫിൻ. അതെവിടെയാ? ഇത് അജുണ്ടർ ക്രിസ് പ്രകാരം കോട്ട നമ്പർ 5. പള്ളിയാശാൻ അടിക്കുന്നു. കോട്ട നമ്പർ 5. എനിക്ക് വേണ്ടി നാളെ ഹാർട്ട് അറ്റാക്ക് വരുന്ന നല്ലൊരു വിഷയം. പക്ഷെ ദിസ് വാസ് എ ബാഡ് ചോയ്സ്. കാരണം അതിനകത്ത് എഗ് ഉണ്ട്. എഗ്ഗില്ല. എന്താ ഞാനിപ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ബ്രേക്ക് എടുത്ത് ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ഞാൻ ഇട്ടോ എടുത്തുമ്പോ ഒരു ഹെൽത്തി മനുഷ്യന് ഒരു ദിവസം 75 വലിയ 72 ഗിഫ്റ്റ് പറഞ്ഞോ ഏതാണ്ട്. ഇതെന്താ ചീസ് ബർഗർ ഫ്രണ്ടിലിരിക്കണേ? അത് പഠിച്ചോ. ഞാൻ ഗിഫ്റ്റിയുടെ റിക്വസ്റ്റ് പ്രകാരം കൊപ്പ നമ്പർ 6 ബ്രേക്കാണ്. എന്നിട്ട് ബ്രേക്ക് സമയം കേട്ടാ ഒന്ന് നടക്കാം. ശരിയാ. ഇനി വല്ല അറ്റാക്ക് വരുത്തില്ല. മറ്റേ യൂട്യൂബർ അവൻ വളർന്നു വരുന്ന യൂട്യൂബറിന്റെ മുളയോടെ നുള്ളി കാടിയൊക്കെ അവസാനം ഒരു വീഡിയോ. ഓ നാളെ പക്ഷേ ഉണ്ടല്ലോ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നല്ല ഗൈസ്. ഉറക്കം വരും. അപ്പൊ യെസ് ഗൈസ്, കഴിക്കണതിന്റെ കൂട്ടത്തിൽ കുടിക്കണ കാരണം കൊക്കക്കോള തീർന്നു. അവിടെ ഞാൻ മിക്കവാറും തോക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഏതിനകത്താന്ന് അറിയാമോ? ഡ്രിങ്ക്സില്. ഇതെന്താ? ദിസ് ഈസ് ദ മിൽക്ക് ഷേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ മിൽക്ക് ഷേക്ക് ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞില്ലേ? നഗറ്റ്സ് കൂടെ തീർത്തിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒന്ന് എണീച്ചൊന്ന് നടന്നിട്ട് വരാം. എനിക്ക് വേണ്ടാത്തൊക്കെ തീർത്തോ. അല്ലെങ്കിൽ നഗറ്റ്സ് വേണോ? ഫ്രൈസ് കഴിക്കാം. ഫ്രൈസ് കഴിച്ചോ. അവൻ പറഞ്ഞു നഗറ്റ്സ് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ നഗറ്റ്സിന് മുന്നേ ഞാൻ ഫ്രൈസും കൂടെ തീർത്തോട്ട് നഗറ്റ്സ് കഴിക്കാൻ പറ്റും. ഞാൻ ഫ്രൈസിനെ പറ്റി വരികയുണ്ടല്ലോ. ഒരു ഐറ്റം അങ്ങോട്ട് തീർന്നു നിൽക്കൂല. ഞാൻ ഫ്രൈസ് തീർന്നു ഗൈസ്. നഗറ്റ്സ് ഫസ്റ്റ് നഗറ്റ്സ് എനിക്ക് എപ്പോഴും സ്പൈസി കാർബണാര സോസായിട്ട് കൂട്ടി കഴിക്കാൻ ഇഷ്ടം. ഭയങ്കര രസമാണ്. ഐ തിങ്ക് എനിക്ക് ഇത് ഇച്ചിരിയോടെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുമോ? എപ്പോഴാണെന്ന് അറിയാമോ? ചൂട് ഇച്ചിരിയോടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വാങ്ങിച്ചൊന്ന് വെച്ച് ഓരോന്ന് കഴിച്ചു സമയം വൈകി. മനസ്സിലായോ? പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ട കഴിക്കാൻ. ഈ വീഡിയോന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും കൂടെ കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം ഇതിനു മുന്നേ വരെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈറ്റ് ഒന്നും അത്രയും ബോദർ ചെയ്യാണ്ടാണ്. യെസ്, ഈ നഗറ്റ്സ് കഴിച്ചിട്ട് പോയാ. യെസ്. അപ്പം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളി ടൊറന്റോയിലാണ്. അപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുക്കും. അപ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അഭിലാഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറയാൻ വന്നതല്ല. പുള്ളി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ വീഡിയോ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ലൈറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. നമ്മൾ വീഡിയോ ക്വാളിറ്റിയും നന്നായിട്ട് നോക്കണം, അല്ലാതെ ആരും സബ്സ്ക്രൈബ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചു. ഈ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇച്ചിരൂടെ നല്ല ലൈറ്റൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മളൊരു മൈക്കും കൂടെ, ഹോളി ലാൻഡിൻ്റെ മൈക്കൊക്കെ ആലോചിക്കുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ ദ സജഷൻസ് അഭിലാഷ് ഏട്ടാ, റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അത് പറയാനാണ് ആക്ച്വലി വന്നത്. ഏമ്പൊക്കെ വന്നു തുടങ്ങി. ഈശ്വരാ, ഏമ്പക്കം പോട്ടെ, ഗ്യാസ് പോയി തീർന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അപ്പം പറയാം. ലാസ്റ്റ് നഗറ്റാണ് ഗൈസ്. തീർക്കാം.
സുഖമായിട്ട് തീർക്കാം. ബ്രേക്ക് എടുക്കാം ഗൈസ്. ടൈം ഫോർ എ ബ്രേക്ക്. ഗൈസ് ഞാൻ ഒരു ആമ്പൊക്കെ ഇട്ടൊന്ന് മൂത്രയ്ക്കാൻ വേണ്ടി പോയതാട്ടാ. ഒരു ബ്രേക്ക് എടുക്കാണ്ട് പറ്റില്ല ഗൈസ്. അപ്പോൾ അടുത്തത് നമ്മളുടെ ഫേവറേറ്റ്, അതായത് ഞാൻ കാനഡയ്ക്ക് വന്നപ്പോൾ, നമ്മൾ കാനഡയ്ക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും മെക്ഡൊണാൾഡ്സ് കഴിക്കാൻ. ഞാൻ നാട്ടിൽ മെക്ഡൊണാൾഡ്സ് കഴിച്ചോളാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ കഴിച്ചതും പിന്നെ കുറേ നാളത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാമായിരുന്ന ഒരു സാധനമാണ് ജൂനിയർ ചിക്കൻ. പ്ലിങ്ങിന്നായി, പക്ഷെ ജൂനിയർ ചിക്കൻ അടിപൊളി സാധനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വാനില ഷേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ആദ്യമായിട്ട് ഇത്രയും വെറുത്ത് കഴിക്കണേ. വാനില ഷേക്ക് ഗതം. ഞാൻ ഇത്രയും കഴിച്ചാൽ ഗാർബേജ് ആണ് കഴിച്ചിട്ടാണ്. ഇത്രേ ഉള്ളൂ. അമ്മേ. അടുത്തത് കുക്കിംഗ് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണ് മഫിൻ കഴിക്കാം. മഫിൻ ഈസ് ബെറ്റർ. അതിന് മുമ്പ് കോപ്പ നമ്പർ 7. യെസ് ഗൈസ്, അപ്പം ഞാൻ തുറന്നപ്പോൾ പറയാൻ പറഞ്ഞു മഫിൻ. മഫിൻ ഗതം ഹുവാ ഗൈസ്. മഫിൻ തീർന്നു. Time for wrap. Wrap കഴിക്കാം guys. ഇതെന്ത് ഒരു വലിയ റാപ്പാണല്ലോ. ഇത് ആദ്യമായിട്ട് എനിക്ക് ഇത്ര വലിയ റാപ്പ് ഉണ്ട്. അറിഞ്ഞിട്ടാണോ? ഒരു പോസ് ഒന്നുകൂടെ ഓ അപ്പം യെസ് ഗൈസ്, റാപ്പ് മാറ്റി വെച്ചു. റാപ്പിനൊരു വൃത്തി, അതിന് റാഡിഷ് ഏതാണ്ടുണ്ട്. ഓ മൈ ഗോഡ്. ഗാർക്ക്. ഈ ബിഗ് ഗാർക്ക് ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ബിഗ് ഗാർക്ക്. അടിപൊളി സാധനമാണ്. ഇതിപ്പോൾ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുമോ? ഓ ഇത് ഭയങ്കര വലുതാണ്. ഇത് 2 പാറ്റി ഉണ്ടല്ലോ ഈശ്വര. ഇത് ഭയങ്കര വലുതാണ്, പക്ഷെ ഇല്ല. ചൂടില്ല. ചൂടാക്കണോ? അല്ല ചൂടാക്കണോ? ചൂടാക്കിയ ഭയങ്കര ഇതായി പോവും. ഏതാ ചൂടാക്കണ്ട? ഏതാ അതിപ്പോ കഴിക്കണ? ബിഗാർക്കല്ലേ? ചൂടില്ല, ചൂടാക്കിട്ട് കഴിക്കാം. അപ്പൊ അവിടെ വരുമ്പോഴേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. എന്ത് സാധനം പറഞ്ഞൂടാ, പേര് അൽത്ത് പോയി. ഇത് 3 ഫ്രാപ്പ് കോഫി. നൈസാണ്. പക്ഷെ ഒരു ഉണർവിൻ്റെ ഉറക്കങ്ങളൊക്കെ അങ്ങോട്ട് മാറി. ഓ ഗൈസ്, എനിക്ക് തീരെ വയ്യാണ്ട്. ഞാനപ്പോൾ ഒന്ന് എണീച്ച് നടന്നു ഇച്ചിരി ചൂടും വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടാ. ചൂടുവെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് സെറ്റിൽ ഡൗൺ ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബാക്ക് ടു പവർ. ഞാൻ ഈ 3 4 നൗ ബിഗ് മാക്, ബിഗ് ഗാർക്ക് ആൻഡ് ക്വാർട്ടർ പൗണ്ടർ, ഇത് 3 4 നൗ മാറ്റി വയ്ക്കാം ഈ റാപ്പ്. കാരണം അതിപ്പോൾ കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇനി ഒന്നും കഴിക്കില്ല. അതിന് ഭയങ്കര മയോ. ഈ 3 ഇത്രയും നേരം ഞാൻ മയോ കഴിച്ച് എൻ്റെ ബ്രെയിൻ തന്നെ ഇനി വേറെ ഫുഡ് കഴിക്കണേന്ന് കുഴപ്പം. ഇപ്പോൾ ചോറ് തന്നെ ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയിരിക്കും, പക്ഷെ എനിക്ക് ഇത് കഴിക്കാൻ തോന്നുന്നില്ല, മട്ടണോ. അപ്പോൾ അത് കാരണം ടേസ്റ്റ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, വേറെ ടേസ്റ്റ് പിടിക്കാം. പ്ലീസ് തീർന്നു. സ്ട്രോ തന്നില്ല. ഓക്കെ
ഞാൻ പറഞ്ഞില്ലേ ഈ ആപ്പിളിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മാക്ഡൊണാൾഡ്സിൽ നിന്ന് കിട്ടുന്ന ആപ്പിൾ മാക്ഡൊണാൾഡ്സ് സ്വന്തമായിട്ട് അവരുടെ ഫാമിൽ ഉണ്ടാക്കുന്നതാണ്. ഇനി പടപടയിൽ പോകും. ഈ നാളിനൊഴിച്ച് ഭയങ്കര കടയിൽ പോകും. ഹാപ്പി മീൽ. ഹാപ്പി മീലിൽ ഒരു അടിപൊളി ടോയ് ഉണ്ട് കേട്ടോ. ഫുഡ് ദഹിക്കുന്നത് വരെ ടോയ് എടുത്ത് കളിക്കാം. ഇത് ഹാപ്പി മീൽ ആക്ച്വലി കിഡ്സ് മീലാണ്, കുട്ടികൾക്കുള്ള ഭക്ഷണം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ടോയ്. McDonald's coming in a F1 car, looks like a F1 car. Yeah. നമ്മുടെ ചലഞ്ചിന്റെ ഓർമ്മയായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. കേർഡ് യോഗട്ട്, സോറി കേടല്ല യോഗട്ട്. നാട്ടിപ്പറഞ്ഞ് ശീലിച്ചത്. Here. Nice. ഇതൊക്കെ ശരിക്കും ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഞാൻ ശരിക്കും വേണ്ട ഒരു സാധനമാണല്ലോ പ്രൊബയോട്ടിക്. ഇത് നമ്മുടെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന സാധനം പോലത്തെ ഒരു സാധനം. നമ്മുടെ ഈ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിത് കഴിക്കാം. കുക്കീസ് കഴിക്കാതെ വിചാരിച്ച, പക്ഷെ മെക് പോപ്സ് കഴിക്കാം. എങ്ങനെയാണ് നോക്കാം. ഞാൻ ഇതുവരെ കാണാത്ത സാധനം കഴിക്കാം. ഇതിൻ്റെ അകത്തൊരു കണ്ട പിങ്കിൻ്റെ അകത്തൊരു കളർ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. ചോക്ലേറ്റിൻ്റെ അകത്ത് എന്ത് ഫില്ലിംഗ് ആയിരിക്കും? ആ റാപ്പ് കഴിച്ച വരണ്ട് ഇതൊക്കെ കഴിക്കാം. ഇതൊക്കെ എന്താ അടിപൊളി സാധനം, സെറ്റ് സാധനം കഴിച്ചു. ഞാൻ പറയാൻ പറഞ്ഞത് കിഡ്സ് മീലിൻ്റെ അപ്പോൾ ഒരു 1% പാലുണ്ട് കേട്ടോ. പാല് ശരിക്കും എനിക്ക് പാല് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റൊമക്ക് അത്ര അടിപൊളി ആവാറില്ല, പക്ഷെ സ്റ്റിൽ വിൽ ആയിരിക്കും. ഇത് 3 ഐ ഡൗട്ട്. കോഫി തീർന്നു. പാല് കിഡ്സ് മീലിലെ അവസാനത്തെ റാപ്പ്, സ്നാക്ക് റാപ്പ്. കിഡ്സ് മീൽ തീർന്നു ഗൈസ്. ലാസ്റ്റ് റാപ്പ് ഓഫ് ദ കിഡ്സ് മീൽ. ഇതെന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഭയങ്കര മെസ്സൊക്കെ ആയിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതായത് ആ ഒരു ഒരുപാടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് ഗാർബേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് McFlurry. That's done. നമുക്ക് എന്ത് ചെയ്യും?
ആപ്പിൾ പൈ. ഓഫ്, എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണ് ആപ്പിൾ പൈയും. ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യാത്തൊരു സാധനമാണ് ഗൈസ് ആപ്പിൾ പൈ ഗൈസ്. ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടോ, എന്ത് പ്രശ്നം അറിയാമോ? ലൈറ്റ് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇത് മുഖത്തേക്ക് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ടില്ലല്ലോ. 5 മിനിറ്റ് നടന്നിട്ട് വരും, പിന്നെ ഇരിക്കും. ഈ ലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കണ കാരണം എന്ത് തലവേദനയാണെന്നോ, സമ്മതിക്കണം. ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ തലവേദന വരാൻ വേറെ ഒന്നും വേണ്ട. ലൈറ്റ്സ് ആപ്പിൾ പൈ കഴിഞ്ഞു ഗൈസ്. ആസ് യൂഷ്വൽ എല്ലാ മക്ഡൊണാൾഡ്സുകാരും ചെയ്യുന്നത് പോലെ ഈ മക്ഡൊണാൾഡ്സിലും പുട്ടീനിൽ ഗ്രേവി കുറവ്. അറ്റ് ദ സെയിം ടൈം ഫോർക്ക് തന്നുള്ള. സോ ഐ നീഡ് എ ഫോർക്ക്. ഫോർക്ക് തന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ മൈ ബാഡ്. അവിടെ ഒളിച്ചിരിക്കുകയാണ്. 50 ഇപ്പം എടുത്ത് തന്നു. കണ്ടറിഞ്ഞെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പം ലാസ്റ്റ് സ്പൂൺ ഓഫ് പുട്ടീൻ. അതോടുകൂടി ഫുഡ് ചാലഞ്ച് ഏകദേശം ഞാൻ തീർക്കും ഗൈസ്. ഇനി കഴിക്കാൻ പറ്റുമെന്ന് തോന്നല. ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഈ മൂലയ്ക്ക് ഇരിക്കുന്ന നാളിലോ ഞാൻ കഴിക്കില്ല, കഴിക്കാൻ പറ്റില്ല ഗൈസ്. അതിന് ഭയങ്കര മട്ടലാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് കുക്കി. ഇത് 3 ബാക്കിയുള്ളത്. ഇനി പാൻകേക്ക് സർവീസ്. ലാസ്റ്റ് പാൻകേക്ക്. അപ്പോൾ യെസ് ഗൈസ്, ഇത് ഇത്രയും കഴിക്കാൻ പറ്റില്ല. ഹാഫ് ഓഫ് ദിസ് റാപ്പ് ബിഗ് ആർട്ടിനസ് ഹാഫ് ഒരു ബിഗ് മാക്ക്. ഇതാണ് ലാസ്റ്റത്തെ കുക്കി. ഇത് ഇത്രയും മെനു നമ്മൾ കഴിച്ചു. എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് തീരെ വയ്യ. എൻ്റെ വയറ് നല്ല ശോകമുണ്ട്. ഈ കുക്കിങ് കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫുഡ് ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒഫീഷ്യലി. ഇനി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നയമാമൻ വിളിച്ച് തന്നെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. നമ്മൾ 1 2 3 4 5 സാധനം കഴിച്ചില്ല. 30 സാധനത്തിൽ 30 ഐറ്റം ഓർഡർ ചെയ്തു. അതിനകത്ത് 5 സാധനം നമ്മൾ കഴിച്ചില്ല. 5 സാധനം കഴിച്ചില്ല. ഇതാണ് റെസീപ്റ്റ്. എനിക്കിതും കൂടി കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും ആരോഗ്യമില്ല. വേറൊന്ന് ടൈം ഭയങ്കര ലേറ്റൊക്കെ പോയിക്കൊണ്ട് വരും. മടുത്തു ഗൈസ്. ഈ സാധനം അടിപൊളിയാണ്. പിന്നെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ് ഇത്. അവക്കാഡോ റാഞ്ച് റാപ്പ്. ഒരു വൃത്തികെട്ട സാധനമാണ്. ആത്മാർത്ഥമായിട്ട് അറിയാം. മനുഷ്യൻ ഇല്ലാണ്ടായിപ്പോ. ഇത് കഴിക്കരുത്. ഇത് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വാൾ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. പിന്നെ ഡ്രിങ്ക്സിലോട്ട് കിടന്നത്. ഈ സാധനം ഭയങ്കര ഷോങ് സാധനമാണ് പേഴ്സണലി കേട്ടോ. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇത് ഭയങ്കര നൈസാണ്. ഇതിനൊരു പാലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പണ്ട് എവിടെയോ കഴിച്ച് മറന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ്. ഇതുകൊണ്ട് കഴിച്ചിട്ട് കൺക്ലൂഷൻ പറയാം. വെയിറ്റ്. കുക്കീസ് ഡൺ. കുക്കീസും തീർന്നു ഗൈസ്. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല കൺക്ലൂഷൻ. ഈ 5 സാധനങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫുഡ് ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ എൻജോയ് ചെയ്യിപ്പിച്ചോന്ന് അറിഞ്ഞൂടാ, പക്ഷെ സ്റ്റിൽ എൻജോയ് ചെയ്താൽ ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ ലൈറ്റിങ് എങ്ങനെയുണ്ട്? കുറച്ച് ഇരുട്ടായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, പക്ഷെ നല്ല ലൈറ്റ് ഓക്കെ ആണോ? വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. എന്നെ അറിയാവുന്നവർ വിളിച്ച് എന്നെ അറിയിക്കുക. ഓഫ് കോഴ്സ് സജഷൻസ് ആർ റിയലി അപ്രീഷിയേറ്റഡ്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. സൈനിങ് ഓഫ്, എക്സ്ട്രോവേർട്ട് മല്ലു. ഓഫ് ചെയ്തടി. ഇനി എനിക്ക് കൺക്ലൂഷൻ പറയാനില്ല.
എൻ്റെ അമ്മേ ഓഫ് ചെയ്തോടി